സുഹൃത്തുക്കളെ, അവസാനം നമ്മളെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് മരുമകൻ മന്ത്രി ഷിരൂരിലെത്തിയിട്ടുണ്ട്. ആ എത്തിയ വരവ് ഞാൻ കണ്ടു, വീഡിയോ ഇപ്പോൾ കണ്ടപ്പോൾ രണ്ടു വർത്താനം പറയണം തോന്നി. മരുമകൻ മന്ത്രിയെ തന്നെയായിരിക്കും അയക്കുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. കാരണം ബുധനെ സംബന്ധിച്ചിടത്തോളം എന്ത് സംഭവിച്ചാലും, ദുരന്തമാവട്ടെ നല്ലതാവട്ടെ, എന്ത് കാര്യങ്ങളാണെങ്കിലും ക്രെഡിറ്റ് കിട്ടേണ്ടതും ഇമേജ് വർദ്ധിപ്പിക്കേണ്ടതും മരുമകൻ മന്ത്രിയുടെയാണ്. അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കും. സംസ്ഥാന സർക്കാരിന്റെ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾക്കകത്തും ഇപ്പൊ നമ്മൾ അറിയാലോ, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ വരെ കൈ കടത്തിയിട്ട് ചർച്ച നടത്തിയത് മരുമകൻ മന്ത്രിയാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ മന്ത്രി, എക്സൈസ് മന്ത്രി MBR അതിന് വലിയ റോളൊന്നും കിട്ടിയില്ല. മൊത്തത്തിൽ ഒരു സൂപ്പർ മുഖ്യമന്ത്രിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദുരന്ത സ്ഥലത്താണ് പോണത്. എത്രങ്ങാനും പൈലറ്റ് വാഹനങ്ങൾ, അകമ്പടി വാഹനങ്ങളൊക്കെ ആയിട്ടാണ് പോണത്. ഒരു മാസ് എൻട്രി സിനിമയിലൊക്കെ കാണുന്ന പോലെ. എന്തിനെത്ര സെക്യൂരിറ്റി അവിടെ? സംഘർഷബാധിത പ്രദേശമൊന്നുമല്ലല്ലോ. അവിടെ ആരും വടി തടയാൻ നിൽക്കുന്നില്ലല്ലോ. അവിടെ ആരും കരികുടി കാണിക്കാൻ നിൽക്കുന്നില്ലല്ലോ. അങ്ങോട്ട് പോകുമ്പോൾ ഒരു മര്യാദയ്ക്ക് പോയിക്കൂടെ? ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കർണാടകയുടെ ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യ ഈ സ്ഥലം സന്ദർശിച്ചത്. അദ്ദേഹം വന്നപ്പോൾ ഇത്രയും വലിയ ഒച്ചയും വിളിയും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. വന്നു, കണ്ടു, കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിപ്പോയി. അങ്ങനെയല്ലേ പോകേണ്ടത്? ദുരന്ത സ്ഥലത്തല്ലേ പോകേണ്ടത്? ഇവർക്ക് എത്ര വലിയ പേടി? അതൊക്കെ കാട്ടിക്കൂട്ടുള്ളൂ. ഞങ്ങളുടെ അധികാരം, ഞങ്ങളെ പവർ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ഇത്രയും വണ്ടികളുടെ അകമ്പടികളോട് പോകുന്നത്? അവിടെ പരമാവധി വണ്ടികളുടെ സാന്നിധ്യം കുറയ്ക്കുകയും ആളുകളുടെ എണ്ണം കുറയ്ക്കുകയാണ് വേണ്ടത്. അവിടെ ഇതിന്റെ റെസ്ക്യൂ വർക്ക് നടക്കുമ്പം അവരെ അലോസരപ്പെടുത്തുന്നതാണത്. ഓക്കെ, ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥരെ കൊണ്ടുപോകാം. പേരിന് വേണമെങ്കിൽ ഒരു പോലീസ് ജീപ്പ്. ഇതാകെ കൂടി വരവ് ഇങ്ങനെ കാണണം ലൈനായിട്ട്. എന്താ ഇത് പരിപാടി? എന്തിനാ അവിടെ പോയതൊക്കെ? അവിടെ പോയിട്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, വേണ്ട കാര്യങ്ങൾ അവിടുത്തെ ആർമിയുടെ ആണെങ്കിലും അവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റുമായിട്ടാണെങ്കിലും പോലീസുമായിട്ടാണെങ്കിലും ജില്ലാ കളക്ടറുമായിട്ടൊക്കെ ആണെങ്കിലും ഒരു ആശയവിനിമയം നടത്തുക, ഒരു അവലോകന യോഗം വിളിക്കുക. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അതിനൊന്നും ഞാൻ എതിരല്ല. അവിടെ പോയതിനും എതിരല്ല. പക്ഷെ അവിടുത്തെ ഒരു സ്ഥിതി മനസ്സിലാക്കണ്ടേ? എങ്ങോട്ടാ പോണേന്നുള്ള ബോധം ഉണ്ടാവണ്ടേ? ഒരു മാസ് എൻട്രി ഞാൻ പറഞ്ഞ പോലെ തന്നെ അതാണ് സംഭവിച്ചിട്ടുള്ളത്. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം. ഏത് സ്ഥലത്തേക്ക് പോകുന്നതിനെ കുറിച്ച് പ്രാഥമികമായൊരു ബോധം വേണ്ടേ? അവിടെ എങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഔചിത്യ ബോധം ഉണ്ടാവണ്ടേ? അതൊന്നും ഇല്ലാതെ ഇവരൊക്കെ മന്ത്രിയായി കഴിയുമ്പോൾ പിന്നെ രാജാക്കന്മാരെ മാറിയേ പോണേ. അപ്പൊ ഇവരെ മനസ്സിലിരിപ്പ് എന്താ? ഇങ്ങനെ പോകാൻ തോന്നുന്നത്? എന്തിനാ പോലീസ് അങ്ങോട്ട് അതിർത്തി വരെ പോയാൽ മതി. അവിടെ നിന്ന് അങ്ങോട്ട് ഒന്നുമില്ല. കാരണം അവിടെ നിന്ന് അങ്ങോട്ട് മരുമോഹൻ മന്ത്രിയൊന്നും കർണാടകക്കാർക്ക് അറിയില്ല. കേരളത്തിലാണെങ്കിൽ ഓക്കെ, പോലീസൊക്കെ അത്യാവശ്യം വേണം. കാരണം നാട്ടുകാർ കൈകാര്യം ചെയ്യാൻ നിൽക്കുക, നാട്ടുകാർ അത്രയും വെറുത്ത് നിൽക്കുക. അതുകൊണ്ട് മലയാളികൾക്കിടയിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇവരെല്ലാം പേടിക്കണം. കാരണം മലയാളികൾ ഉള്ളിടത്ത് പോകുമ്പോഴൊക്കെ അത് ശ്രദ്ധിക്കണം. പക്ഷെ അല്ലാതെ അവിടെ ഈ കന്നഡക്കാർക്ക് ഇവനെ അറിയുന്നില്ലാന്നേ. എന്തിനപ്പത്ര വലിയ സംവിധാനങ്ങളോട് കൂടി പോകുന്നത്? ലൈനായിട്ട് ഇങ്ങനെ വണ്ടികൾ നിരനിരയായിട്ട് ഇങ്ങനെ ചെല്ലുക. അവിടെ പരമാവധി വാഹനങ്ങളുടെ പാർക്കിംഗ് ബാക്കിയുള്ളതൊക്കെ ഒഴിവാക്കി അവിടെ അവർക്ക് അവരുടെ ജോലി ചെയ്യാൻ അവസരം ഒരുക്കി കൊടുക്കുക വേണ്ടത്. കർണാടകയിലെ ആ സ്ഥലത്തെ MLA മാത്രം ക്യാമ്പ് ചെയ്യുന്നത്. ഇവിടെ കൂടെ പോയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക, വായി നോക്കി രാവിലെ തൊട്ട് വീഡിയോ എടുക്കുക. സച്ചിദേവിന്റെ വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നല്ലോ. ഇനിയിപ്പോ ഇവനും എടുക്കുമെന്നറിയില്ല. ഇവനും അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. റോട്ടിലുള്ള കുഴി, ഇവിടെ ഈ കുഴി എങ്ങനെ വന്നത്? ചെറിയ കുഴി എടുക്കുള്ളൂ, വലിയ കുഴി എടുത്തു പോവില്ല. എന്നിട്ട് PR ടീമിനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ച് പോസ്റ്റ് ചെയ്യും. ഏതോ ഒരു ഗസ്റ്റ് ഹൗസിൽ പോകണമെന്നേ കണ്ടു. ഗസ്റ്റ് ഹൗസിന്റെ പുറകിൽ കൂടി ഇങ്ങനെ തെരഞ്ഞ് പോയിട്ട് ഒരു കുപ്പി കണ്ടുപിടിച്ചു. ഈ കുപ്പി എങ്ങനെ ഇവിടെ വന്നു? ഇതാരും ഇവിടെ കൊണ്ടുവന്നിട്ടു? കണ്ടിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ തലേന്ന് ഇപ്പം തന്നെ അവന്റെ ആൾക്കാരെ വിട്ടിട്ട് സ്റ്റാഫിനോട് പറഞ്ഞിട്ട് അവിടെ കുപ്പി ഇടണം, ഞാൻ നാളെ വരും, അപ്പൊ ഒരു കുപ്പി ഇടണം. കാരണം കൃത്യമായിട്ട് പോയിട്ട് ലൊക്കേറ്റ് ചെയ്യണത്. ആകെ തെരഞ്ഞു നടന്നപ്പോൾ കാണുകയല്ല. ചെല്ലുന്നു, ഇറങ്ങുന്നു, ഇങ്ങനെ വണ്ടി കൂടി ഇങ്ങനെ വന്നിട്ട് ചുറ്റി ഇങ്ങനെ വന്നിട്ട് പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ കുപ്പി. പണ്ടൊക്കെ പോലീസുകാർക്ക് അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നു. ഈ തൊണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് തൊണ്ടി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരെന്നെ തൊണ്ടി കൊണ്ടിട്ട് അവിടെ കൊണ്ടിടും. എന്നിട്ട് പോലീസ് ഇവനോട് പറയും അത് എടുക്ക് എന്ന് പറയും. എന്നിട്ട് അത് പോയി എടുപ്പിക്കും. അപ്പൊ തൊണ്ടി കിട്ടി. പരിപാടിയാ നാടകങ്ങളി. നാട്ടുകാർ വട്ടന്മാരെന്ന വിചാരം. ഒക്കെ കാലമൊക്കെ കഴിഞ്ഞു. സോഷ്യൽ മീഡിയയുടെ കാലാ. ഇപ്പൊ ചെന്ന ഈ മാസ് എൻട്രി എന്ന് പറഞ്ഞ ഈ സംഭവമൊക്കെ നാളെ തൊട്ട് ചർച്ചയാവും. ആൾക്കാർ ഈ വീഡിയോ ഒക്കെ കാണും ചെയ്യും, പ്രചരിപ്പിക്കുകയും ചെയ്യും. അത് മനസ്സിലാക്കണം ആദ്യം. കാരണഭൂതനും മരുമോനും കൂടി നാടിനെ ശരിയാക്കിയിട്ടേ പോവുള്ളൂ. ഒരു ദുഃഖമില്ലാന്നേ. കാരണഭൂതൻ ഈ സംഭവം ഉണ്ടായാലും അടുത്ത ദിവസം തന്നെ, ഞാൻ പറഞ്ഞല്ലോ, കാരണഭൂതന്റെ മകനാണ് ഈ മണ്ണിനടി പോയതെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം തന്നെ ഇതൊക്കെ സംഭവിക്കില്ലേ? കാരണഭൂതൻ നേരിട്ട് സ്ഥലത്തെത്തില്ലേ? കർണാടക മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കില്ലേ? അവരുടെ അലംഭാവം ഉണ്ടാവുമ്പോൾ അവരെ മെല്ലപ്പോക്ക് ഉണ്ടായിരുന്നു. ആ മെല്ലപ്പോക്കിന് മാറ്റം കാണില്ലേ? അവരോട് പറയില്ലേ? ഇന്ത്യസഖ്യാണല്ലോ. സിദ്ധരാമയ്യോട് പറയില്ലേ ആർമിയെ വിളിക്കണം, നേവിയെ വിളിക്കണം? അവരെ വിളിച്ചത് 8ാമത്തെ ദിവസമാണ്. എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടി പോയിട്ട് അവിടെ ഷോ ഓഫ് നടത്തുക. ശരി.